ഏലിയാവേ, ആമേ, നിനക്കിവിടെ എന്ത് കാര്യം? ആമേൻ. സ്വർഗത്തിലെ ദൈവമാണ് ഏലിയാവിനോട് ചോദിക്കുന്നത്, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹക്കകത്ത് അവൻ പാർക്കുകയാ. എവിടെയാണെന്നറിയുമോ? ഹോരോബിലാണ്. ഹോരോബ് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പരിചയമുണ്ടോ? ഉണ്ടോ? പരിചയമുള്ള സ്ഥലമാണ്. ഇത് ആരുടെ സ്ഥലമാണ്? ഹോരോബിനെ പരിചയപ്പെടുത്തുന്നത് എവിടെയാ? മോശ. ഇത് ആരുടെ പർവ്വതം എന്നാ പറയുന്നത്? ഇത് യഹോവയുടെ പർവ്വതം, ദൈവത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഹോരോബ്. ഇവൻ അവിടെ വന്നിരിക്കുക. ആര്? ആമേ, ഏലിയാവ്. ആമേ, 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 19-ന്റെ 8-ാമത്തെ വാക്യം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരോബോളം നടന്നു. ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരോബോളം നടന്നു. ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരോബോളം നടന്ന് ഹോരോബിൽ ചെന്ന ആമേശ്വതം ഏലിയാവ് ഇന്നൊരു ഗുഹക്കകത്ത് പാർക്കുകയാ. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം അവനോട് ഇടപെടുന്നത്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? ഞാൻ നിന്നെ അയച്ചത് ഗുഹക്കകത്ത് പാർക്കാനല്ല. ഞാൻ നിന്നെ വിളിച്ചത് ഇതിനകത്ത് ഒതുങ്ങാനല്ല. ഞാൻ നിന്നെ വേർതിരിച്ചത് ഇവിടെ അടങ്ങിയിരിക്കാനല്ല. സ്വന്തം നിനക്ക് ഇവിടെ എന്താ കാര്യം? എഴുന്നേൽക്കണം നീ ഇവിടെ നിന്ന്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവിധം ആത്മാവിൽ നീ ഒരുക്കപ്പെടണമെന്ന് ഏലിയാവിനോട് സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാണ്. ഇവിടെയല്ല നിന്റെ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവേ, ഈ ഗുഹയല്ല നിന്റെ സ്ഥലം. നീ ഈ ഗുഹയല്ല നിന്റെ സ്ഥലം. ആമേൻ. നിന്റെ വീടല്ല നിന്റെ സ്ഥലം. ആമേൻ. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. എത്ര പേരോട് ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിലും പകലുമായിട്ട് വാദിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ചിലതിന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. എന്റെ ഇഷ്ടമല്ല നീ ചെയ്യുന്നത്, എന്റെ ഹിതമല്ല നീ ചെയ്യുന്നത്, എന്റെ ഇഷ്ടപ്രകാരമല്ല നീ കടന്നു പോകുന്നത്. എവിടെയൊക്കെയോ ദൈവം സംസാരിക്കുന്നുണ്ട്. ഈ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ പ്രിയമക്കളെ? ഇവനോട് ഈ ഇടപെടുന്നത് 14-ാം വാക്യത്തിലും ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും ഇടപെടുന്നുണ്ട്. ആമേ, നമുക്ക് അതിലേക്ക് തിരിയണ്ട. ഞാൻ ഇന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നത്, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മൾ ചെല്ലുമ്പോഴേ നിറവേറത്തുള്ളൂ. അതല്ലാതെ നീ നിന്റെ ഇഷ്ടപ്രകാരം, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഏതെല്ലാം മേഖലകളിലൂടെ സഞ്ചരിച്ചെന്നാലും ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടത്തില്ല. ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ, ദൈവം പറയുന്ന സ്ഥലത്ത്, ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ ആ വാഗ്ദത്തം നിറവേറത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി താല്പര്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആ വഴികളിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഏലിയാവ് 40 രാവ് 40 പകലും നടന്നിട്ട് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരോബോളം ചെന്നു. അവിടെ വെച്ച് ദൈവത്തിന് അവനോട് സംസാരിക്കാനുണ്ട്. ഇവനൊരു ഗുഹക്കകത്ത് കയറി രാപാർക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാണ്. സ്വതം ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? സ്വതം ഇന്നേ ദിവസം, ഇന്നേ രാത്രി നീ ഇവിടെ കിടന്നുറങ്ങേണ്ടവനല്ല. എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. സ്വന്തം നിന്നെ ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളിലേക്ക് എനിക്ക് നിന്നെ നടത്താനുണ്ട്. 2025 മെയ് മാസത്തിന്റെ ഇന്നേ ദിവസം എന്റെ കുഞ്ഞേ, നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്റെ ശബ്ദം കേൾപ്പാൻ തക്ക വിധം നിന്റെ കാതുകളൊന്ന് തരാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിക്കാറുണ്ടോ പ്രിയമക്കളെ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒത്തിരി ആളുകളുടെ കാര്യങ്ങൾ ഞാൻ എടുക്കാം. ഒരുപാട് ആളുകളുടെ കാര്യം ഞാൻ എടുക്കാം. സ്തോത്രം. ഇന്ന സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ സ്തോത്രം, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് നാം എത്തിച്ചേരുമ്പോഴേ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. കുറിച്ചു വെച്ചോ. നമ്മുടെ ഇഷ്ടപ്രകാരം പോയ ഒരിക്കലും നടക്കത്തില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, യോന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പെട്ടകത്തിനകത്തളത്തിൽ കിടന്ന്, കപ്പലിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാ. അവൻ അവിടെ കിടക്കേണ്ടവനല്ല, അവൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുക ദൈവം. അവൻ അവിടെ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരികയാ. പെരിങ്കാറ്റടിപ്പിച്ച കാറ്റും കോളും ഒക്കെ വരുത്തി അവനെ പുറത്തെടുക്കുക. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തണം. സ്തോത്രം. ഏലിയാവിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങണം, ഗുഹക്കകത്ത് കയറി കിടന്നുറങ്ങണം. ഉറക്കമാണ് ഇവന്റെ സ്ഥിരം പരിപാടി. ഹല്ലേലൂയ. ദൈവം അവിടെ നിന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പോകുന്നത് പോലെ പോകാൻ വേണ്ടിയല്ല സ്വർഗത്തിലെ ദൈവം വിളിച്ചു വർദ്ധിച്ചിരിക്കുന്നത്. അപ്പന്റെ ഇഷ്ടം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. സ്വർഗത്തിന്റെ മണിമകുടമായിരിക്കുന്ന ക്രിസ്തുയേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെയും ചിന്തി അവന്റെ പ്രാണനെ പകർത്തു
നമുക്ക് തന്നത്. അവന്റെ ഉദ്ദേശം ചെയ്തെടുപ്പാനാണ്, നമ്മുടെ ഇഷ്ടമല്ല, അപ്പന്റെ ഇഷ്ടം. ആമേൻ. അവന്റെ ഇഷ്ടം ചെയ്തെടുക്കാനാണ് പ്രിയ മക്കളെ. ഈ 2025 ഒത്തിരി കാലങ്ങളായി വിശ്വാസ ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും തെക്കും വടക്കും അറിയത്തില്ല, ഇന്നും എന്താ ചെയ്യുന്ന അറിയത്തില്ല. അന്നത്തെ പ്രാർത്ഥന തന്നെ ഇന്നും ഉണ്ട്. അമ്മേ 10ഉം 20ഉം വർഷം കഴിഞ്ഞു. 10 മിനിറ്റത്തെ പ്രാർത്ഥന, അരമണിക്കൂറത്തെ പ്രാർത്ഥന, ഒരു 5 മിനിറ്റ് പോലും അതിൽ കൂട്ടാൻ പറ്റത്തില്ല, കുറഞ്ഞു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. അന്നത്തെ ഉപവാസം ഇന്നും ഉണ്ട്. ആമേ സ്തോത്രം. കൂട്ടിയിട്ടില്ല, കുറഞ്ഞേ പോയിട്ടുള്ളൂ. ആമേ സ്തോത്രം. ഒന്ന് മടങ്ങി വരാമോ പ്രിയ മക്കളെ? ഇതിനു വേണ്ടിയാണോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? ആമേൻ. ആണോ? ആണോ? ഒന്ന് തിരിഞ്ഞു നോക്ക. എന്താ ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ആമേൻ സ്തോത്രം. ഇവൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ഒത്തിരി ശുഷ്കാന്തിച്ചിരിക്കുന്നു, പലരും വിട്ടുപോയിരിക്കുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഏലിയാവിനോട് പറഞ്ഞു, എന്റെ കുഞ്ഞ്, നിന്റെ തോന്നലാണത്. ആമേൻ സ്തോത്രം. ബാലിന് മുഴങ്കാൽ മടക്കാത്ത 7000 പേര് ഞാൻ മറ്റൊരു ഭാഗത്ത് ശേഷിപ്പിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. നമ്മുടെ തോന്നലാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ ചെയ്തെടുക്കുന്ന തോന്നലുകൾ നമ്മുടേതാണ്. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന അതൊന്നുമല്ല. ആമേ. ആമേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഇത് പഴയ നിയമമല്ല പാസ്റ്ററെ. ആമേ പഴയ നിയമത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പുതിയ നിയമത്തിൽ അതുണ്ടോ? ഉണ്ടെന്നേ. ആമേ സ്തോത്രം. യേശു ആമേ സ്തോത്രം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയത്ത് ആമേ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ പാർക്കണം. ആമേ. അവരപ്പ എവിടെ എന്നറിയാമോ? ഒലിവുമലയില. ഒരു ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമലയിൽ പാർക്കുകയാ. അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവിനെ ഇടപെട്ടുകൂടെ? ആമേ. ദൈവത്തിനെ നിറക്കാമെങ്കിൽ എവിടെയും വെച്ച് നിറക്കാൻ പാടില്ലേ? ദൈവം ദൈവമല്ലേ, സർവശക്തനായ ദൈവമല്ലേ. എന്നെ പലപ്പോഴും ദൈവാത്മാവ് ചിന്തിപ്പിക്കാറുണ്ട്. ഈ പത്രോസിനോട് വല വീശിയിട്ട് ആമേ സ്വത കടലിൽ നിന്ന് മത്സ്യത്തെ ആമേ എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പടക് നിറച്ച് മത്സ്യത്തെ കൊടുക്കാൻ കർത്താവിന് കഴിയത്തില്ലേ? കഴിയത്തില്ലേ? കൂടാരവാതിക്കൽ പൊഴിഞ്ഞു കിടക്കുന്ന മന്ന, ആമേ കയ്യെത്തിച്ച് പിടിക്കും ദൂരത്ത് വന്ന് നിൽക്കുന്ന കാടപ്പക്ഷികൾ, ആമേ സ്തോത്രം. ആമേ 10-25 ലക്ഷം ജനത്തിന് കഴിക്കാൻ സ്വർഗത്തിലെ ദൈവം കൊടുത്തെങ്കിൽ പത്രോസിന്റെ പടകിനകത്ത് ആമേ സ്തോത്രം ഒരു പടക് മത്സ്യം കൊടുക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയത്തില്ലേ? എന്തുകൊണ്ടാണ് അവനോട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക? ആമേ. ചിലത് അവൻ ചെയ്തെന്നാലേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. നാം ചെയ്യേണ്ടത് ചിലത് ചെയ്തെന്നാലേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. കരയിലും മത്സ്യം തരാൻ കർത്താവിന് കഴിയും, കടലിലും മത്സ്യം തരുവാൻ കർത്താവിന് കഴിയും. ലോകത്തിന്റെ ഏത് മേഖലകളിലും മത്സ്യത്തെ ഉളവാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതല്ല യേശു നോക്കുന്നത്, അവൻ എന്നെ അനുസരിക്കുമോ, അവൻ എന്നെ ഹിതം ചെയ്തെടുക്കുമോ, പത്രോസ് പറയുന്നത് പോലെ ചെയ്യുമോ? ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം അവൻ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുമോ? ആമേ സ്തോത്രം. ആമേ സ്തോത്രം. അനുസരണത്തിൽ നമ്മൾ വിധേയപ്പെട്ട് വരുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ആമേ സ്തോത്രം. ഇന്ന് ആമേ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. വേഗത്തിലെടുക്കണം, വേഗത്തിൽ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ചിലത് വിട്ടുകളയുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ചിലത് വിട്ട് പിരിഞ്ഞ മതിയാകൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരണം. അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടാൻ പറ്റത്തില്ലേ? സാറയ്ക്കോ അബ്രഹാമിനോ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ആ പട്ടണത്തിൽ വെച്ച് ദൈവത്തിന് പറ്റത്തില്ലേ? കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കൊച്ചിനെ കൊടുക്കാൻ പറ്റത്തില്ലേ? അവിടെ ഇവനെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ലേ? ആമേൻ. പറ്റുകയില്ലേ പ്രിയ മക്കളെ? പറ്റുകയില്ലേ? പറ്റും. പിന്നെ എന്തുകൊണ്ട് അവനോട് പറഞ്ഞത്, എടാ ചില ഭാഗത്ത് നിന്ന് നീ മാറണം. ഹല്ലേലൂയ. ദൈവത്തെ ഇവൻ അനുസരിക്കുമോ? ഇവനെ ആമസ്വതം ഇവൻ നോക്കുമ്പോ ഒത്തിരി സമ്പത്തുണ്ട്, ഒത്തിരി സ്വത്തുണ്ട്, കന്നുകാലികളുണ്ട്, ആടുപാടുകളുണ്ട്, ആമസ്വത ആട്ടുംകൂട്ടങ്ങൾ, ഒട്ടകക്കൂട്ടങ്ങൾ പലതുമുണ്ട്. ഇതെല്ലാം വിറ്റ് കളഞ്ഞിട്ട് ഈ ദൈവത്തെ ആരാധിക്കണമോ? ഈ ദൈവം പറയുന്ന സ്ഥലത്ത് ഇതാണ് ദൈവം നോക്കുന്നത്.
നിനക്ക് നഷ്ടം വരുന്ന കാര്യമാണെങ്കിലും കർത്താവ് പറയുന്നത് കേട്ട് അനുസരിക്കാൻ നീ ഒരുക്കപ്പെടുന്നു എങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നത്. നിനക്കൊരു പക്ഷെ നഷ്ടമായിരിക്കാം, ഒരു ലാഭവുമില്ലാത്ത കാര്യമായിരിക്കാം, പ്രയാസങ്ങൾ വരുന്നതായിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നത് കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇവരെവിടെയാ താമസിക്കുന്ന അപ്പോസ്തലന്മാര്? ഒലിവുമലയില്ല. ആമേശ്വത 12 വാക്യം കൂടി വായിച്ചേ. അവർ യെരൂശലേമിന്റെ സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഒറ്റ ദിവസത്തെ ദൂരമേ ഉള്ളൂ. ഒറ്റ ദിവസത്തെ, ഒരു ശബത്ത് തീരുന്നത് വരെയുള്ള സമയത്തിന്റെ ദൂരമേ ഉള്ളൂ. സ്തോത്രം. അതായത് ഇവിടെ ഓച്ചന്തൂരത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ സ്തോത്രം പുതുവൈപ്പാണെങ്കിൽ ഞാറക്കിലേക്കുള്ള ദൂരമേ ഉള്ളൂ. ഈ ദൈവത്തിന് ഈ പുതുവൈപ്പിന്റെയും ഞാറക്കയുടെ ഇടയിലുള്ള ഈ സ്ഥലം പ്രശ്നമാണോ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ലേ? ഒലിവ് മലയിൽ ദൈവത്തിന്റെ ആത്മാവിന് ഇറങ്ങാൻ പറ്റത്തില്ലേ? യെരൂശലേമിൽ തന്നെ പോകണം. അപ്പൻ യേശു എടുക്കപ്പെടുന്നതിന് മുമ്പേ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിലേക്ക് വാങ്ങിപ്പോരണം, അവിടെ നിൽക്കണം. ഹല്ലേലൂയ. നീ ഇവിടെ തുടരണം, അതെന്റെ ഹിതമാ. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. 4-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പറഞ്ഞത്. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യെരൂശലേമിൽ ഭയമാ. യഹൂദന്മാരുണ്ട്, പരീശന്മാരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്. ഗുരുവിനെ കൊന്നുകളഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് ശിഷ്യന്മാരുടെ അകത്തളത്തിൽ ഭയം നേരിട്ടു. ഭയപ്പെട്ടു പോകേണ്ടവനല്ല, നീ ഇവിടെ വരണം, ഇവിടെ ഇരിക്കണം. യെരൂശലേമിൽ നിന്ന് ചിലത് പ്രാപിക്കേണ്ടത്. എവിടെയാണ് നീ ഭയപ്പെട്ടു പോകുന്നത്? ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നിന്റെ അകത്തളത്തിൽ പകർന്നിരിക്കുന്നത്, ധൈര്യത്തിന്റെ, ശക്തിയുടെ, സുബോധത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. എവിടെയാ ഭയം? ഇവന്മാർക്ക് ഭയമാ. ഏലിയാവിന് ഭയമാ. സ്തോത്രം. ഇസബേലിന്റെ വാക്ക് കേട്ടപ്പോ ഭയപ്പെട്ടോടി. സ്വർഗത്തിലെ ദൈവം വിടാതെ പിന്തുടരുകയാ. ഏലിയാവൻ, നിനക്കിവിടെ എന്താ കാര്യം? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്വന്തം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അവന്റെ ഇഷ്ടം ചെയ്താണോ മുന്നോട്ട് പോകുന്നത്? അപ്പന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വെളുപ്പം കാലത്തും പാതിരാത്രിയിലും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന ന്യായമെങ്കിൽ നിന്റെ കാതുകളിൽ ദൈവത്തിന്റെ ശബ്ദവും നീ കേൾക്കുന്നുണ്ട്. അവന്റെ ഇഷ്ടം ചെയ്തെടുപ്പാൻ തക്കവിധം. ആമേൻ. ഇവരോട് പറയുന്നത്, നിങ്ങൾ സ്തോത്രം ഈ ഒലിവ് മല വിട്ട, യെരൂശലേം വിട്ടെന്ത് ചെയ്ത് വാങ്ങിപ്പോകരുത്. പക്ഷെ ഇവര് പോയില്ലേ? സ്തോത്രം. പക്ഷെ മടങ്ങി വന്നു. കുറവുകൾ സംഭവിക്കാം, ബലഹീനതകൾ സംഭവിക്കാം. ഇന്ന് പകലിൽ ഇത് ദൈവത്തിന്റെ ശബ്ദമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് മടങ്ങി വരുവാൻ നീ തയ്യാറെടുക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ ഇണങ്ങുന്ന ഒരു ആയുധമാക്കി തീർത്തെടുക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അവന്റെ കരം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അനുകൂലമായി വെളിപ്പെടുകയാ. ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ കരം ചിലതിന് മേൽ അനുകൂലമായി വരും. ചിലതിനെ പരിശുദ്ധ ദൈവം നോക്കുകയാണ്. വിധി എഴുതിയ സ്ഥാനത്ത് നിന്ന് വിധി എഴുത്തുകളെ മായിച്ചുകൊണ്ട് വിധി എഴുതിയ സ്ഥാനത്ത് നിന്ന് നിന്നെ തകർത്ത് കളയണം, ഇല്ലായ്മ ചെയ്യണം, മുടിഞ്ഞു പോകണമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിന്ന് പരിശുദ്ധാത്മാവ് എന്റെ മകനെ നിന്നെ പുറത്തെടുക്കും. ശത്രുക്കൾക്ക് മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. എവിടെ നീ ഉടഞ്ഞു പോയോ, എവിടെ നീ തകർന്നു പോയോ, അവരുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിലയേറിയ കരം ജീവിതത്തിന്മേൽ അനുകൂലമായി വെളിപ്പെടും. ഹല്ലേലൂയ. നിലവാരം മാറും. സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ഹല്ലേലൂയ. അന്ന് ചോദിച്ചതുപോലെ ഇവര് ഗലീലക്കാരല്ലയോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ ഹല്ലേലൂയ മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത് മനുഷ്യനല്ല, സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വരുത്തുന്ന മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമ.
ജീസസ്, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് എന്ത് ചെയ്യരുത്? വാങ്ങിപ്പോകരുത്. ആമേ, യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. യെരൂശലേമിൽ ആമേ തന്നെ തുടരണം. ആമേ. പക്ഷെ ഇവരിപ്പോ എവിടെയാ? ആ ഒരു ശബത്ത് ആ ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മലയിൽ പാർക്കുകയാണ്. മടങ്ങി വരണം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. പക്ഷേ ആമേ സ്തോത്രം, അവിടെ പ്രശ്നമാണ്. ആമേ, ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം. ഏലിയാവിനോട് ആമേ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിൽ പറയുന്നത്, നീ ആമേ ഇവിടെ നിന്ന് പുറപ്പെട്ട് കെരീത്തിന് കിഴക്കുള്ള ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ അവിടെ പോയി നീ പാർക്കണം. ഹല്ലേലൂയ. എന്നെ കുഞ്ഞ് ആ വാക്യം ഒന്ന് വായിച്ചേ. 17-ാം അധ്യായത്തിൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിന് അരികെ. ഇവിടെ നിന്ന് പുറപ്പെട്ട യോർദാന് പടിഞ്ഞാറ് പോയെന്നാലോ, വടക്ക് പോയെന്നാലോ, തെക്കാണെങ്കിലോ? ഇല്ലെന്ന് കിഴക്ക് തന്നെ പോകണം. ആമേൻ സ്തോത്രം, കിഴക്ക് തന്നെ പോകണം. ഈ ആലയം, പഴയ നിയമത്തിലെ സമാഗമന കൂടാരവും ദൈവത്തിന്റെ ആലയമൊക്കെ പണിയുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം തന്നെയാണ് അതിന്റെ നൂലുകളുടെ കളറുകൾ നിശ്ചയിക്കുന്നത്. ചുവപ്പ് നൂലിന് ചുവപ്പ് നൂല് തന്നെ ഉപയോഗിക്കണം, നീല നൂലിന് നീല നൂല് തന്നെ ഉപയോഗിക്കണം, പച്ച നൂലിന് പച്ച നൂല് തന്നെ ഉപയോഗിക്കണം. ഒരു നൂല്, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം. ഇതൊക്കെ പറയാറില്ലേ, ഒരു നൂലിന് വ്യത്യാസമില്ല, ഒരു നൂൽക്കനത്തിന്. അതെന്ന് ആമേൻ സ്തോത്രം, ദൈവം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാ. ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ നൂലുകളും സ്വർഗത്തിലെ ദൈവമാണ് നിശ്ചയിച്ചിരുന്നത്. ആമേ സ്തോത്രം. നോഹ എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് ആമേ തോത് നോക്കാൻ, അളവ് നോക്കാൻ ആമേ നല്ല മീറ്ററുകളില്ല. ആമേ സ്തോത്രം, ആമേ അളവ് തോതുകളില്ല, കോലുകളില്ല. അവൻ വരച്ചു കൊടുത്തു, ഇത്രയും നീളത്തില് ആമേ സ്തോത്രം ഒരു പെട്ടകം നീ ഉണ്ടാക്കണം, അതിനെ നിലകളായിട്ടുണ്ടാക്കണം. ആമേ അതിനെ തട്ടുകൾ ഉണ്ടാക്കണം, ഇണക്കണം. ആനയുടെ വലിപ്പം പോയി അളന്നു നോക്കാനുള്ള ക്രമീകരണം ആമേ സ്തോത്രം നോഹയുടെ കയ്യിലില്ല. ഒട്ടകത്തിന്റെ അളവ് നോക്കാൻ തക്ക വിധത്തിൽ ക്രമീകരണം നോഹയുടെ കയ്യിലില്ല. അപ്പനറിയാം, സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്ക വിധം. അവൻ ഒരുക്കപ്പെട്ട സമയത്ത് അറകളായി തിരിക്കാൻ സർവശക്തനായ ദൈവം അവന്റെ ഉള്ളത്തോട് ഇടപെട്ടു. അവൻ അങ്ങനെ ചെയ്തു. ആ പെട്ടകം പൊങ്ങി, പെട്ടകത്തിലൂടെ കയറിയവരെല്ലാം രക്ഷപ്പെട്ടു. പറഞ്ഞ മക്കളെ, എല്ലാത്തിനും ദൈവത്തിന് ആമേ സ്തോത്രം ഒരു തീരുമാനമുണ്ട്. ആമേ, ഈ രാഹാബ് എന്ന് പറയുന്ന വേശി, അവള് ഇസ്രായേൽ ജനത്തിന് ഗുണം ചെയ്തു. ആമേ, നിന്റെ വീടുമ്പേൽ എന്ത് കെട്ടിയേക്കണം? ഒരു ചുവന്ന നൂല് കെട്ടിയേക്കണം. അത് മഞ്ഞയായിരുന്നെങ്കിലോ, അത് നീലയായിരുന്നെങ്കിലോ, അത് പച്ചയോ കറുപ്പോ ആയിരുന്നെങ്കിലോ, വീട്ടിൽ ഇതേ ഉള്ളൂ. ആമേ, ഇതേ കെട്ടാൻ പറ്റത്തുള്ളൂ. അന്വേഷിച്ചു കൊണ്ടുവരണം ചുവപ്പ് നൂല് കെട്ടണമെന്ന് പറഞ്ഞാൽ പരിമിതികൾ ഉണ്ടാകും. ചിലപ്പോൾ കിട്ടാത്തതായിരിക്കാം, അന്വേഷിച്ചാൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സംഹാരദൂതൻ കടക്കാതിരിക്കേണ്ടതിനായി കട്ടളപ്പടിമേലും കുറുമ്പടിമേലും എന്ത് ചെയ്തേക്കണം? രക്തം പുരട്ടിയൊക്കെ നിയമമായിരുന്നു. ആമേ, രക്തം പുരട്ടാതെ ദൈവത്തിന് കണ്ണില്ലേ? കാണാൻ കണ്ണും ആമേ സ്തോത്രം അറിയുവാൻ ഹൃദയമുള്ളവനല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ കുടുംബമാണ്. രക്തം പുരട്ടിയില്ലെങ്കിലും ആമേ അവിടെ ഇസ്രായേൽ മക്കളുടെ കുടുംബമാണ് തിരിച്ചറിയാൻ ദൈവത്തിനോ ദൂതനോ കഴിയത്തില്ലയോ? പക്ഷെ നീ അത് അനുസരിക്കുമോ എന്നുള്ളതാ ദൈവത്തിന്റെ നോട്ടം. ആമേ സ്തോത്രം. അവൻ പറയുന്ന കാര്യം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, നീ അത് അനുസരിക്കാൻ തയ്യാറാണോ? അവിടെയാണ് ദൈവപ്രവൃത്തി. ആമേ, ഒരു കനി ഭക്ഷിച്ചു എന്ന് കരുതിക്കൊണ്ട് ലോകത്തെ ഞെടുക്കുന്ന പാപം വരാൻ കാരണം ആമേ സ്വതം അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം. ആമേ. ആകയാൽ ഇവരോട് പറയുന്നത്, നിങ്ങൾ ആമേ സ്വതം എവിടം വിട്ടു പോകരുത്? യെരൂശലേം വിട്ടു വാങ്ങിപ്പോകരുത്. അവിടെയാണെന്ന് ദൈവപ്രവൃത്തി. ദൈവം പറയുന്ന സ്ഥലത്തിരിക്കണം, ദൈവം പറയുന്ന സ്ഥലത്ത് നിൽക്കണം. ആമേൻ. ദൈവത്തിന്റെ ഇടപെടൽ, ദൈവം എന്താണ് ഇടപെടുന്നത് അതുപോലെ നമ്മൾ കടന്നു പോകണം. അവിടെയാണ് ദൈവപ്രവൃത്തി. അപ്പൊ ഇവര് അവിടം വിട്ട് എവിടേക്ക് വരികയാ? യെരൂശലേമിലേക്ക്. 12-ാം വാക്യം. ആമേൻ സ്തോത്രം. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട്, ഭയങ്കര ദൂരത്തല്ല, യെരൂശലേമിന് സമീപത്ത് തന്നെയുണ്ട്.
ഞാൻ പറയുന്നത് ഇത്രയും ഈ ഗ്യാപ്പിനിടയിൽ ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടാൻ പറ്റാത്ത കാര്യം എന്താ? കാര്യമുണ്ട്. അവൻ ഒരുത്തൻ പോയപ്പോ പറഞ്ഞിട്ട് പോയതാ. അവൻ നിങ്ങൾ അവനെ ഉൾക്കൊള്ളുന്നതിന് തുല്യമാണ് അവൻ പറയുന്ന കാര്യം അനുസരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, അമസ്തോത്രം, നിങ്ങൾ യെരൂശലേം വിട്ടെന്ന് എഴുതാ, വാങ്ങിപ്പോകരുത്. ആര് വരും? പരിശുദ്ധാത്മാവ്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ അമസ്തോത്രം എടുക്കും. പുതിയ ഓരോ തലങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അമസ്തോത്രം ഒരു ചൊവ്വാഴ്ച പ്രസംഗിച്ച ശുശ്രൂഷ വീണ്ടും ഒന്ന് അമസ്തോത്രം കേൾക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനായി ഉത്സാഹിച്ചും ഒരുങ്ങിയും ഇരിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും അമസ്തോത്രം മറ്റു വചനങ്ങൾ തരുന്നത് കൊണ്ട് കയറി പോകുന്നത് അടുത്ത ദിവസം എടുക്കാം. ആകയാൽ പ്രിയമക്കളെ, ഇവിടെ കാണാൻ സാധിക്കുന്നത് അവര് അമസ്തോത്രം യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം ഒലിവ് മല വിട്ട്. നല്ലതാ, ഒലിവിന്റെ മല നല്ലതാ, ഒലിവ് മല ശ്രേഷ്ഠമാ, നല്ല ക്ലൈമറ്റാ. സുഖമായിട്ട് വസിക്കാം, ഭയം കൂടാതെ ജീവിക്കാം. പക്ഷേ അവിടെയല്ല, യെരൂശലേമിലേക്ക് മടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്താ പറയുന്നത് അതനുസരിച്ച് പോകണം. അവൻ എന്താ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകണം. സ്വതം ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു വാക്യം കൂടി എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായത്തിന്റെ സ്വതം 30-31 വാക്യം. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായത്തിന്റെ 30-31. അപ്പോൾ യാക്കോബ് ശിമെയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരോടും കനാന്യരുടെയും പെരീശ്യരുടെയും ഇടയിൽ 34 അധ്യായം 30-31. അപ്പോൾ യാക്കോബ് ശിമെയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരീസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാട്ടിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ യാക്കോബിന് ഇപ്പൊ എന്താ പറ്റിയിരിക്കുക? എന്താ സംഭവിച്ചിരിക്കുക? നാറ്റക്കേസായി പോയി. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയാൻ ദൈവം ലജ്ജിക്കാത്തൊരു ദൈവമനുഷ്യനാണ് യാക്കോബ്. ഇന്ന് പട്ടണത്തിലാകെ നാറ്റക്കേസായി തീർന്നിരിക്കുക. ഇന്ന് പട്ടണത്തിൽ ഈ മനുഷ്യൻ ആകെ അഭിഷിക്തന്മാരുടെ ജീവിതത്തില്, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു വിഷയമാണ്. ബിജു പാസ്റ്ററിന്റെ ജീവിതത്തില് ഒരു നാറ്റക്കേസ് ഉണ്ടായാൽ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. യാക്കോബിന്റെ ജീവിതം വെച്ച് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. പട്ടണത്തിൽ, ഈ ദേശത്തിൽ നമ്മൾ താമസിക്കുക. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു നാറ്റക്കേസ് ഉണ്ടായാൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? ആമേ. എന്താ കാരണം? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം ഇദ്ദേഹത്തോട് പറഞ്ഞു. ഇദ്ദേഹം തന്നെ ദൈവസ്ഥൽ ഒരു തീരുമാനവും എടുത്തു. സ്വതം തൻ്റെ തലക്ക് വെച്ചിരുന്ന കല്ല് അതൊരു തൂണായി നിർത്തിയിട്ട് അതിനെ അഭിഷേകം ചെയ്തിട്ട് ഞാനൊരു വഴിയോടുകൂടെയാ പുറപ്പെടുന്നത്. മടങ്ങി വരുമ്പോൾ നീ എന്നെ അനുഗ്രഹിച്ചാൽ ഈ തൂണാക്കി നിർത്തിയിരിക്കുന്ന കല്ല് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ നിനക്കൊരു യാഗപീഠം പണിയും. ഇവിടെ ഞാൻ നിന്നെ ആരാധിച്ചു കൊള്ളാം എന്നൊരു തീരുമാനമെടുത്ത യാക്കോബ് അവിടെ നിന്ന് മാറിയിട്ട് സുക്കോത്തി പോയി എന്ത് ചെയ്തു? താമസിച്ചു. സുക്കോത്തി പോയി താമസിച്ചു. കല്ല് വെച്ച സ്ഥലത്തിന്റെ പേര് ബേതേൽ എന്നാ. ഇദ്ദേഹം എവിടെ പോയി താമസിക്കുന്നത്? സുക്കോത്തി പോയി താമസിച്ചു. ആമേൻ. അവിടെ സംഭവിച്ചത് എന്താ അറിയാമോ? ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ എന്നെ നാറ്റിച്ചു. ഒരു മകള് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്വന്തം സഭക്കകത്ത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമാണോ? 12 ചേട്ടന്മാർ, 12 സഹോദരന്മാർ ഉള്ള സ്വന്തം ഇദ്ദേഹത്തിന്റെ ഒരു മകളാണ്, യാക്കോബിന്റെ ഒരു മകളാണ്. ആര്? ദീന പീഡിപ്പിക്കപ്പെട്ടു. സഹോദരന്മാർ വെറുതെ ഇരിക്കോ? ആ പട്ടണ നിവാസികളെ മുഴുവൻ വെട്ടിക്കൊന്നു. അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കവർച്ച ചെയ്തു. മക്കളുടെ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, അപ്പന്റെ കുറ്റമാ. പാർക്കേണ്ട സ്ഥലത്ത് ചെന്ന് പാർക്കണം.
ഇവൻ എവിടെ ചെന്ന് താമസിക്കുക? സുക്കോത്തിൽ ചെന്ന് താമസിക്കുകയാ. അവിടെ യഹോവയ്ക്ക് ഒരു കൂടാരമടിച്ചു, ഒരു വീട് പണിതു, കന്നുകാലിക്കൂട്ടത്തിന് ഒരു തൊഴുത്ത് കെട്ടി. 33-ാം അധ്യായത്തിലേക്കാ. എടുക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. പ്രശ്നങ്ങളോടുകൂടി പ്രശ്നങ്ങൾ. യാക്കോബിന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത നിലവാരത്തിലുള്ള പ്രതിസന്ധികൾ കയറി വന്നു. ദൈവം പറയുന്ന സ്ഥലത്തേക്ക് പോകാവൂ, ദൈവം പറയുന്നത് പോലെ ചെയ്യാവൂ. ഒലിവുമല വിടേണ്ടി വന്നാ വിടണം. ആമേൻ. ഹാരാൻ വിടേണ്ടി വന്നാ വിടണം. സുക്കോത്ത് വിടണം. എവിടേക്ക് വരണം? ബേഥേലിലേക്ക് വരണം. ഉണ്ടോ? ഇവിടെ എല്ലാം അഭിഷിക്തന്മാര് പലരും തെറ്റിപ്പോകുമ്പോ കർത്താവിന്റെ ദാസൻ ഇവിടെ നിന്ന് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു. ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിപ്പിക്കരുത്. ആമേശ്വതം 400-450 അങ്ങനെ 850 പ്രവാചകന്മാരെ വെട്ടിക്കൊന്ന് യഹോവയുടെ നാമത്തെ ഉയർത്തിയ ഏലിയാവെന്ന് പേടിച്ചിട്ട ചൂരച്ചെടിയുടെ തണലിൽ പോയിരിക്കുക. മതി യഹോവേ, മതി. ആത്മാവിന്റെ ശക്തിയോടെ കർമ്മേൽ പർവ്വതത്തിൽ തീയിറക്കിയ ആമേശ്വതം മഴയിറക്കിയ മനുഷ്യനാ. ആത്മാവിന്റെ ശക്തിയോടെ ആമേശ്വത ബാലിന്റെ പ്രവാചകന്മാർക്ക് മുമ്പാകെ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ തീയിറക്കിയ മനുഷ്യനാ. എന്നാൽ ചില വാക്കുകൾ കേട്ടപ്പോ ഞെട്ടി, ഭ്രമിച്ചു, ഭയപ്പെട്ടു. ഇവിടെ 35-ാം വാക്യത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ടു ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന്. ഓർപ്പിക്കും ദൈവം. വർഷങ്ങൾ പലത് കഴിഞ്ഞു, ഓർപ്പിക്കുകയാ. എടാ, നിന്റെ സഹോദരനായിരിക്കുന്ന ഏശാവിന്റെ, നമ്മൾ പലതും മറക്കുന്നവരാ. ദൈവം മറക്കത്തില്ല. മറക്കാൻ ദൈവം മനുഷ്യനല്ല. വചനം അങ്ങനെയല്ല പറയുന്നത്. മറക്കാൻ ദൈവം മനുഷ്യനല്ല, ദൈവം ഓർക്കുകയാ. കേട്ടോ കുഞ്ഞെ? നീ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും നിന്റെ ഹൃദയം ദൈവത്തിൽ പകരുന്നതും ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതൊരു മനക ശന്തൽ കടകരകക്ഷതാരകസി. മറ്റു കുട്ടികളിൽ നിന്നും ഒരുപാട് പരിമിതികൾ അനുഭവിച്ചുകൊണ്ട് നിന്റെ യാത്ര പക്ഷെ നിന്റെ കാഴ്ചപ്പാട് ചെറുതല്ല. ആ കാഴ്ചപ്പാടുകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ചിലതിന്റെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തും. സമപ്രായക്കാരായവരുടെ നടുവിൽ എടുത്തു പറയത്തക്ക നിലവാരത്തിൽ ശ്രേഷ്ഠത എന്റെ കുഞ്ഞ് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകി തരുമെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഉറപ്പു തരികയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നീ യേശാവിന്റെ മുമ്പിൽ നിന്ന് മറന്നുപോയി. നമ്മൾ മറന്നുപോകും. ചില തീരുമാനങ്ങൾ മറക്കരുത്. ചില തീരുമാനങ്ങൾ മറക്കരുത്. 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ എടുക്കണ്ട, അവിടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാൻ ഈ കല്ല് നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ആലയം ഒരു യാഗപീഠം പണിയും, സകലത്തിലും നിനക്ക് ദശാംശം തരും. മറന്നു. സ്തോത്രം ദൈവത്തിന്. കൊടുക്കേണ്ട ദശാംശത്തെക്കാൾ അധികമായിട്ട് യേശാവിനെ ഭയപ്പെട്ടിട്ട് യേശാവിന് കൊടുത്തു. 4 കൂട്ടമായിട്ട് തിരിച്ച് യേശാവിന് കൊടുത്തു. അതിലൊന്നും ദൈവത്തിന് വിഷയമല്ല. പക്ഷെ പാർത്ത സ്ഥലം ബേഥേലിന് പകരം എവിടെ പോയി താമസിച്ചു? സുക്കോത്തിൽ. സ്വർഗത്തിലെ ദൈവം അവനോട് ഇടപെടുകയാണ്. എന്റെ കുഞ്ഞെ, ചേട്ടന്റെ അടുക്കൽ നിന്ന് യേശാവിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയ സമയത്ത് നീ എനിക്ക് മുമ്പാകെ ചില കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ആരോടാന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം ഓർപ്പിക്കുകയാ. വല്ല നേർച്ചകളോ വല്ല തീരുമാനങ്ങളോ സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ ഹൃദയപൂർവ്വം എടുത്തിട്ട് അതിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നീ എപ്പോൾ ആ വിഷയത്തിന്റെ മധ്യത്തിൽ വിധേയപ്പെടുന്നുവോ ആ സെക്കൻഡിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുള്ളൂ. അതുവരെ നീ വട്ടം കറങ്ങും. അതുവരെയും കിടന്ന് കറങ്ങും. പ്രിയമക്കളെ, ദൈവം കറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ദൈവം അവനോട് ഇടപെട്ടു. ഇവന്റെ കുഞ്ഞ് പോകുന്നത് ദൈവം കണ്ടില്ലേ? ദീന പോകുന്നത്, ദീനയെ ഹാമോരിന്റെ മകൻ പിടിച്ചുകൊണ്ട് പോകുന്നത്
ആമേൻ സ്തോത്രം, ദൈവം കണ്ടില്ലേ? എന്താ തടുക്കാതിരുന്ന? അനുസരണക്കേട്. ആമേൻ. ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചിട്ട് ദൈവത്തോട് അയ്യം വിളിച്ചിട്ട് കാര്യമില്ല. പറയുന്ന സമയത്ത് അവൻ പറയുന്നത് പോലെ ചെയ്തേക്കണം. ഒരിക്കൽ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പോകരുത്, നിങ്ങളുടെ ഇടയിൽ ഞാനില്ല. അവര് അഹമ്മദിയോട് എന്ത് ചെയ്തു? പർവ്വതത്തിൽ കയറി. ആ പർവ്വതത്തിൽ കുടിയിരുന്ന അമോരിയർ എന്ത് ചെയ്തു? തേനീച്ചകളെ പോലെ വന്നവരെ തോൽപ്പിച്ചു കളഞ്ഞു. അവര് വീണ്ടും മടങ്ങി വന്ന് ദൈവത്തിന്റെ മുമ്പാകെ എന്ത് ചെയ്തു? കരഞ്ഞു, അപേക്ഷിച്ചു. ദൈവം എന്ത് ചെയ്തില്ല? അവരുടെ അപേക്ഷ കേട്ടില്ല. എന്താ പ്രീതി മക്കളിത്? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ചില വീട്ടിലൊക്കെ അനുസരണക്കേട് കാണിക്കുന്ന നമ്മുടെ കുടുംബത്തെ എടുത്താൽ മതി, മക്കള്. ആമേൻ. ചില പിള്ളേരൊക്കെ ഉണ്ട്. ആമേൻ. ചിലത് ആമേൻ അനുസരണക്കേട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ നിഷേധിച്ച് കളയും മാതാപിതാക്കൾ. കൊടുക്കത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടു, ആമേ, ഒരു കുടുംബത്തിന്റെ അവകാശം മുഴുവൻ പട്ടിക്ക് എഴുതി വെച്ചു കൊടുത്തു. ആമേ. ആർക്കെഴുതി? പട്ടിക്ക്. മക്കളുള്ള ആളുകള. പട്ടിയോടാ സ്നേഹം. പട്ടി ആമേ മക്കളെക്കാൾ ഏറെ ഭേദമാണ്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. പട്ടിയുടെ ആയുസ് എത്രയുണ്ടാവും? പ്രൈസ് ദി ലോർഡ്. അതൊന്നും അവർക്കൊരു വിഷയമല്ല. ആ സമയത്ത് അവരോട് അല്പം സ്നേഹം കാണിച്ച് കൂടെ ഇരുന്ന് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവി അവരതിന് എഴുതി വെച്ചു കൊടുത്തു. മനുഷ്യൻ ആമേ അനുസരണക്കേട് കാണിച്ചു പോകുമ്പോ, പ്രൈസ് ദി ലോർഡ്, ആമേ ഇവിടെ കാണാൻ സാധിക്കുന്നത്, ആമേ സ്തോത്രം, നീ സുക്കോത്തിൽ ആമേ 35:1 വായിച്ചോ, സമയം തീരുന്നു. അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നീ അവിടെയാ പോകേണ്ടത്. നീ ബേഥേലിൽ പോണം. ആമേ. അപ്പോസ്തലന്മാരെ ഒലിവ് മല വിടണം. യെരൂശലേമിൽ പോണം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ ഏലിയാവേ, ആമേ ഈ ഗുഹയിൽ നിന്ന് നീ പുറത്തു വരണം. ആമേ, എനിക്ക് നിന്നോട് സംസാരിപ്പാനുണ്ട്, എനിക്ക് നിന്നോട് ഇടപെടുവാനുണ്ട്. ആമേ, നീ ആമേ സ്തോത്രം പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കാം. എന്നിട്ട് ഓർപ്പിക്കുകയാണ്, എന്തിനാ കർത്താവേ? ഇവൻ ചോദിക്കും, ചിലപ്പോൾ ചിന്തിക്കും. ആ സമയത്ത് പറയുന്നത്, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ഓർമ്മ വന്നു. ആമേൻ. ഓർമ്മ വന്നപ്പോ ദുഃഖവും പ്രയാസവുമാ, മുറിവും വേദനയുമാ. തന്റെ മക്കൾ കൊലപാതകികളായി. തന്റെ ഒരു മകള് പീഡിപ്പിക്കപ്പെട്ടു. ദേശത്തിന്റെ മധ്യത്തിൽ യാക്കോബ് പറഞ്ഞു, എന്റെ പേര് നിങ്ങൾ നാറ്റിച്ചു. ഫറവോന്റെ മുമ്പില് യാക്കോബ് നിൽക്കുമ്പോ പറയുന്നുണ്ട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ ആയുസോളം എത്തിയില്ല. ആമേ, എന്റെ ജീവിതമോ കഷ്ടവും ദുഃഖവും പ്രയാസവും അത്ര നിന്റെ കയ്യിലിരിപ്പോണ്ട. യാക്കോബേ, നിന്റെ കയ്യിലിരിപ്പോണ്ട. ദൈവത്തിന്റെ കുഴപ്പമല്ല. നീ അവിടം വിടണം. സുക്കോത്ത് വിട്. ആമേ സ്തോത്രം. അവിടെ കാണാൻ സാധിക്കുന്നത്, അവര് ആമേ സുക്കോത്തിൽ നിന്ന് അവൻ ആമേ അവിടെ നിന്ന് പുറപ്പെട്ടു. എവിടേക്ക്? 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ്. സംഭവം എന്തുണ്ടായിരുന്നു? ചിലതൊക്കെ കയ്യിലിരിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ടാണ് ആമേ സ്തോത്രം പോക്ക്. ചിലതൊക്കെ കൈക്കീഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഇടപെടൽ വന്നപ്പോ ആമേ ഇവനോട് പറഞ്ഞത് ബേഥേലിൽ പോയി പാർക്കാന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ സംഭവം കൈക്കീഴെ എന്തുണ്ടായിരുന്നു? അന്യ ദൈവങ്ങൾ ഇരിക്കുകയാ. നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. ആമേൻ, ഹല്ലേലൂയ. അടുത്തത്, നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇതൊന്നും ഈ മനുഷ്യന് ഈ വീട്ടുകാരോട് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല. ദൈവത്തെ ഓർത്ത് എടുക്കുന്ന തീരുമാനം കർശനമായിട്ട് എന്തെങ്കിലുമൊക്കെ മായ കൊണ്ട് ദൈവത്തിന് മുമ്പാകെ നേർന്നിട്ടുണ്ടെങ്കിൽ മക്കളോടൊക്കെ പറഞ്ഞേക്കണം. ആമേ. ഒരിക്കൽ ഒരു ആമേ സ്തോത്രം 18 വയസ്സുകാരൻ എന്നോട് ചോദിച്ചു, പാസ്റ്റേ
അപ്പം പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ദൈവം എന്നിൽ പ്രസാദിക്കോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ കരം വലിച്ചു കളയോ? ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും എൻ്റെ മോനെ. ആമേൻ. അപ്പനൊരു തീരുമാനമെടുത്തു. ഈ നേർച്ച നേരുന്നത് പ്രിയമക്കളെ സൂക്ഷിച്ച് ചെയ്തേക്കണം. തലമുറകൾ കഷ്ടത്തിലായി പോവും. നേർച്ച നേരുന്നത് ദൈവത്തിന് മുമ്പിൽ നേർച്ച നേർന്നാൽ അത് കഴിക്കാൻ ശ്രമിക്കുക. നേർച്ച നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതിനൊക്കെ നല്ലത്. നിന്റെ കൈകളുടെ അധ്വാന ഫലം എന്ത് ചെയ്യും? നിഷ്ഫലമായി പോകും എന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ, എല്ലാവർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. ആമേൻ, സ്തോത്രം. ഒരു സഭ ഒരു വീട്ടിനകത്താണ് ആരംഭിച്ചത്, ഒരു പ്രാർത്ഥന. ആ സഭ ആമേൻ സ്തോത്രം പ്രാർത്ഥന വർദ്ധിച്ചു. ആമേ ആത്മാക്കൾ കടന്നു വരുവാൻ തുടങ്ങി. ആമേ ആ വീട്ടുടമസ്ഥനെ ദൈവം അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് നന്മകൾ കൊടുത്തു. ആമേ സ്തോത്രം. നല്ല മേൽത്തരമായ തലത്തിലൂടെ സ്വർഗത്തിൽ ദൈവം നടത്തുവാനിടയായി തീർന്നു. അങ്ങനെ 10 സെന്റ് സ്ഥലം ഒരു വീടുമുണ്ട്. ആമേ സ്തോത്രം. താൻ തൻ്റെ ഹൃദയം കൊണ്ടൊരു തീരുമാനമെടുത്തു. അവിടെ വിട്ടു മാറാൻ താൻ തീരുമാനമെടുക്കുന്ന സമയത്ത് പറഞ്ഞു, 3 സെന്റ് സ്ഥലം ഞാൻ ദൈവത്തിന് കൊടുത്തേക്കാം. എത്ര സെന്റ്? 3 സെന്റ്. 7 സെന്റും വീടുമുണ്ട്. വീട്ടിലുള്ള അത്യാധുനിക സാധനങ്ങളെല്ലാം ഉണ്ട്. ആമേൻ സ്തോത്രം. ഒരു കുടുംബത്തെ ആ കാലഘട്ടത്തിൽ ആ ദേശത്തിലുള്ളതിൽ വെച്ച് ശ്രേഷ്ഠമേറിയ ഒരു കുടുംബം നല്ലതുപോലെ മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ തീരുമാനം അങ്ങനെ നിന്നു. അതൊരു സഭയായി മാറി. അതൊരു ഡിനോമിനേഷന്റെ കീഴിൽ വന്നു. ആ സഭ മുന്നോട്ട് പോകുകയാണ്. അവിടെ ഒരു പാസ്റ്ററുണ്ട്. ശുശ്രൂഷ നടക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില ചിന്തകളൊക്കെ പൊങ്ങി വന്നു. അദ്ദേഹം ആരോടും ചോദ്യം ചോദിക്കാതെ വണ്ണം വീട് വിറ്റു, സ്ഥലവും വിറ്റു. എന്നാൽ 3 സെന്റ് സ്ഥലത്തിന്റെ പൈസ എടുത്ത് ആർക്ക് കൊടുത്തേക്കണം? എന്നെ ഇത് ദൂരത്തിലിരുന്ന് ആരെങ്കിലുമൊക്കെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവസന്നദ്ധയിൽ നേർച്ച നേർന്നാൽ കഴിക്കാതിരിക്കരുത്. സഭാപ്രസംഗിയുടെ പുസ്തകം നമുക്കതിൽ ഉറപ്പ് തരികയാ, അല്ലേ? ആമേ സ്തോത്രം. ആമേ. ആകയാൽ പ്രിയമക്കളെ, ദൈവത്തിന് നേർച്ച നേർന്നാൽ എന്ത് ചെയ്യരുത്? കഴിക്കാതിരിക്കരുത്. താമസിക്കുകയും ചെയ്യരുത്. കൈകളുടെ അധ്വാന ഫലം നിഷ്ഫലമായി പോകും. അങ്ങനെ ഈ മനുഷ്യൻ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലം വാങ്ങിച്ചു. അത്രത്തോളം തന്നെ സ്ഥലം വാങ്ങിച്ചു. ഒരു വീട് പണിതു. പക്ഷെ ആ വീടിന്റെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, ആ വീട്ടിൽ ദീർഘകാലം പാർക്കാനും പറ്റിയില്ല. ആ വീടും വിൽക്കേണ്ടതായി വന്നു. അവിടെ നിന്ന് മാറി മറ്റൊരു വീട് പണയത്തിനെടുത്തു. വീട്ടിൽ പ്രാരാബ്ദങ്ങൾ കയറി വന്നു. ഓരോരോ വിഷയങ്ങളായി കഴിഞ്ഞപ്പോൾ പണയത്തുക തിരിച്ചു വാങ്ങേണ്ട ഒരു സാഹചര്യം എത്തി. പണയത്തുക തിരിച്ചു വാങ്ങി വീട് വാടകയ്ക്കെടുത്തു. വാടക മാസം തോറും കൊടുത്തു പോയിക്കൊണ്ടിരുന്നു. വീട്ടിൽ പ്രശ്നങ്ങൾ, ഭാര്യയ്ക്ക് രോഗം, ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ക്ലേശങ്ങൾ, ഒന്നിന് പുറകെ തിരമാലകൾ പോലെ അടിച്ചു കയറി പലതും വന്നുകൊണ്ടിരുന്നു. പിന്നത്തേതിൽ വാടക പോലും കൊടുക്കാനിടയില്ലാത്തൊരു തലത്തിലേക്ക് അവരെത്തി. പ്രൈസ് ദി ലോർഡ്. അന്ന് അദ്ദേഹത്തിന്റെ മകൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററേ, അപ്പോഴാണ് ഈ ചരിത്രമൊക്കെയും കുഞ്ഞുങ്ങൾ വ്യക്തിപരമായി അറിയുന്നത്. ഇവരുടെ തകർച്ചകൾ കണ്ടപ്പോൾ പല ആത്മീകരായ പലരും ഈ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്താൻ തുടങ്ങി. നിന്റെ അപ്പൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആമേ. ആ കുഞ്ഞ് ഇന്നും സ്നാനപ്പെട്ടിട്ടില്ലെന്നാണ് എൻ്റെ ചിന്ത. ആ മകൻ, ആമേൻ, ഉള്ളതെല്ലാം ഒഴുകിപ്പോകുന്നത് പോലെ ഒഴുകിപ്പോയി. സകലതും നഷ്ടമായി. ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, സുക്കോത്തിൽ പോയി താമസിച്ചു. അവിടെ ഒരു കൂടാരമടിച്ചു. ആമേശ്വതം കന്നുകാലികൾക്കൊരു തൊഴുത്തും പണിതു. അവിടെയും ആരാധിച്ച കുഴപ്പമില്ലല്ലോ. അവിടെയും ആരാധന തുടങ്ങി. പക്ഷേ ദൈവം പറഞ്ഞത്, ഇവൻ തീരുമാനമെടുത്തത് ബേതേലിലേക്ക് മടങ്ങണം. ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഉള്ളത്തോട് ഇടപെടുകയാ. നീ ചിലത് വിട്ടുപിരിയണം. വിട്ടുപിരിഞ്ഞാലേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവനോട് പറയുന്നത്, നീ ബേതേലിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ
ഇരിക്കുകയാ. യഹോവയായ ദൈവത്തെ കൂടാതെ അന്യ ദൈവങ്ങളുടെ ശേഖരണങ്ങൾ, വിഗ്രഹങ്ങൾ സകലതും കുടഞ്ഞു കളയാൻ പറഞ്ഞു. ഇതൊക്കെയായിട്ടാ പോക്ക്. കുഴപ്പമൊന്നുമില്ലെന്നേ. കുഴപ്പമുണ്ട്. കുഴപ്പമില്ല എന്ന് തോന്നുന്ന നമുക്കാ. ചിലതിനെ നീ വിട്ട് പിരിയാതെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. നമ്മൾ പറയും ആമേശ്വതം. അന്ന് നിക്കോദോമോസ് യേശുവിനോട് പറഞ്ഞു, ഞാൻ ഇത്രയും വലിപ്പമുള്ളൊരു മനുഷ്യനാ, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് ജനിക്കണമെന്നാണോ റബ്ബി നീ പറയുന്നത്? അല്ല, നീ മനം തിരിയണം. പ്രായവും അമ്മയും പരിധിക്ക് ഒത്തിരി ഉണ്ടാകും നിനക്ക്. പക്ഷെ നിന്റെ ജീവിതം കൊണ്ട് നീ ഒന്ന് തിരിഞ്ഞു വന്നാൽ ദൈവത്തിന്റെ നന്മ നീ അനുഭവിക്കും. അതല്ലെങ്കിൽ ആമേ സ്തോത്രം, ആമേ അന്ന് യാക്കോബ് കിടന്ന് വട്ടം തിരിഞ്ഞതുപോലെ ആമേ സ്തോത്രം നീയും വട്ടം തിരിയും. അന്ന് ഏലിയാവ് വശം കെട്ടുപോയതുപോലെ നീയും വശം കെട്ടുപോകും. ആമേ സ്തോത്രം മടങ്ങി വരാൻ ഇന്ന് എത്ര പേരൊരുക്കപ്പെടും? ആമേ. പ്രിയമക്കളെ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആമേൻ. ഞാൻ പറഞ്ഞു പോകുകയാ. ആമേ സ്തോത്രം. നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നമ്മൾ തൊട്ടുപോയൊരു വാക്യമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മപ്പനുമായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ ഇവിടെ വന്നപ്പോഴാ ഏറിയ വർഷങ്ങളായിട്ട് മരുഭൂമിയിൽ ആടുകളുമായിട്ട് നടക്കുന്ന മോശക്ക് എവിടെയെങ്കിലും ദൈവത്തിന് ഇതുപോലൊന്ന് പ്രത്യക്ഷപ്പെടാമായിരുന്നില്ലേ? സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തിന് മരുഭൂമി എന്നല്ല, അധോഭാഗങ്ങൾ എന്നല്ല, ലോകത്തിന്റെ ഏത് മേഖലകളിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിവുള്ളവൻ. ആമി എന്തുകൊണ്ട് ഹോരേബ് എത്തുന്നത് വരെ കാത്തിരുന്നു? ആമേ സ്വന്തം മോശയെ, ആമേ സ്വന്തം മരുഭൂമിയിൽ അലയേണ്ടവനല്ല, നീ ഹോരേബിൽ കയറി വരണം. അവിടെ വെച്ച് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നാം എപ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ചെല്ലുന്നത്, അപ്പോഴേ ദൈവം ഇടപെടത്തുള്ളൂ. എത്ര വർഷം കഴിഞ്ഞെന്നാലും, വർഷം പലത് കഴിഞ്ഞെന്നേ, ആടുകളുമായിട്ടുള്ള നടപ്പ. എന്നും മരുഭൂമി. ആമശ്വതം വെയിലുദിക്കുമ്പോ ആമെ പുറപ്പെടും, വെയിൽ അവസാനിക്കുമ്പോ സൂര്യൻ അസ്തമിക്കുമ്പോ വീട്ടിൽ കയറും. ആമി എന്നും മരുഭൂമിയാ. പക്ഷെ ഒരിക്കൽ അവൻ ചെന്നു, അന്ന് ദൈവപ്രവൃത്തിയും വെളിപ്പെട്ടു. ആമെ കഴിഞ്ഞ ദിവസങ്ങൾ പോലെയല്ല. ഇന്ന് പകലിൽ ഒരു തീരുമാനം നീ എടുക്ക. ഈ സെക്കൻഡ് മുതൽ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്ത തലത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇടപെടും. അന്ന് അവിടെ വെച്ച് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ആരോട്? മോശയോട്. എന്തുകൊണ്ട് ഇത്രയും ദിവസം ഇടപെടാതിരുന്നു? ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. എടാ, പരിശുദ്ധാത്മാവിനെ പകരാൻ ഒലിവുമല പോരെ? ആമേ, ഒലിവുമല പോരെന്നേ. ആമേ, സ്വന്തം യേശു പറഞ്ഞ സ്ഥലത്ത് മടങ്ങി വരണം. ഹല്ലേലൂയ. അവൻ പറഞ്ഞ ഇടത്തു വരണം. അവന്റെ ഇഷ്ടം നീ നിറവേറ്റുമോ എന്ന് യേശു നോക്കുകയാ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഇന്ന് പകൽ ആര് വലയിറക്കും? ഹല്ലേലൂയ. ആമേൻ. ഇവിടെ കാണാൻ സാധിക്കുന്നത്, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഹോരേബോളം കൊണ്ടുചെന്നപ്പോൾ ദൈവം അവിടെ മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെടുകയാ. വായിച്ചോ. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. മരുഭൂമിയിലും ഇതുപോലെ പല സ്ഥലങ്ങളിലും മുൾപടർപ്പുകൾ ഉണ്ട്. ആമേൻ, സ്തോത്രം. പൂക്കളുള്ള, ആമേൻ, സ്തോത്രം, മരമില്ലെങ്കിലും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളില്ലെങ്കിലും മുൾപടർപ്പുകളുണ്ട് പല സ്ഥലത്തും. ഏതെങ്കിലും മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ഇതുപോലെ മുൾപടർപ്പ് കത്തിച്ചിട്ട് ദൈവത്തിന് സംസാരിക്കാമായിരുന്നില്ലേ? ആമേൻ, സ്തോത്രം. ഇല്ല മോശേ, നീ ഇവിടെ വരണം. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബോളം വരണം. സ്തോത്രം. 40 രാവും 40 പകലും ആമേൻ, സ്വതം ആ കനലിൽ ചുട്ട അടയുടെയും വെള്ളത്തിന്റെയും ബലത്തിൽ അവൻ നടന്നു. ആര്? ഏലിയാവ്. എവിടെ ചെന്നു? ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബോളം ചെന്നു.
ഹല്ലേലൂയ. ഇന്ന് ആമേശ്വരം നീ നിൽക്കുന്ന നിൽപ്പ് ആമേശ്വരം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നിൽക്കാം. ദൈവത്തിന്റെ പർവ്വതത്തിലേക്കൊന്ന് അടുത്തു ചെല്ലുവാൻ ഇന്ന് പകലിൽ എത്ര പേരൊരുക്കപ്പെടും. ഇത് പോരെ കർത്താവേ, എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നിന്റെ ഇഷ്ടം ചെയ്തെടുപ്പാനെന്ന് ഇന്ന് പകലിൽ ഞാൻ തിരിച്ചറിയുകയാണ്. നിന്റെ ഇഷ്ടം എന്നെ അറിയിക്കണമേ, നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, നിന്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ ഒന്ന് പോയി കഴിഞ്ഞാൽ ദൈവം ആ വഴിയിൽ നടത്തും എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം കാത്തിരിക്കും, ഇല്ലേ? ധൂർത്തുപുത്രൻ പന്നിക്ക് കൊടുക്കുന്ന വാളവരയും പന്നി തിന്നുന്ന ഭക്ഷണവും കഴിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൻ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ചെന്ന് വിളിച്ചൊന്നും കൊണ്ടുവന്നില്ല. മടങ്ങി വരാൻ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. മടങ്ങി വന്നപ്പോ എന്ത് ചെയ്തു? മാനിച്ചു. പ്രൈസലോ. അപ്പനെല്ലാം കാണുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിഷയങ്ങളെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നോക്കുകയാ. അവൻ കത്തുന്ന കാഴ്ച എന്തെന്ന് കാണുവാൻ അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി? അവനോട് സംസാരിക്കാൻ തുടങ്ങി. മോശേ ഉത്തരവാദിത്തപ്പെട്ട പലതും ഏൽപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ബന്ധപ്പെടുകയാ. പരിശുദ്ധാത്മാവ് ചിലതിനെ നോക്കുകയാ. ചില മാസങ്ങൾ, ചില വർഷങ്ങളായിട്ട് ആത്മാവ് ചിലതിനെ ഓർത്ത് ദുഃഖിക്കുകയാ. വെളിപ്പാട് പുസ്തകത്തിൽ എന്നെ കൊണ്ടുപോകുക. 5-ാം വാക്യം ഒന്ന് വായിച്ചു. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. വേഗം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? മടങ്ങി വരണം. റിട്ടേൺ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു? എവിടെയാ തെറ്റിപ്പോയത്? ദൈവ പൈതലേ, അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നല്ലൊരു കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? ആരെയും നോക്കാതെ തിരുമുഖത്തേക്ക് മാത്രം നോക്കി സഞ്ചരിച്ച ചില ദിവസങ്ങൾ, അന്നത്തെ പ്രാർത്ഥനകൾ, അന്നത്തെ ആരാധനകൾ, അന്നത്തെ ഉപവാസങ്ങൾ, പിറുപിറുപ്പും വാദവും കൂടാതെ നല്ല മനസ്സാക്ഷിയോടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വെളുപ്പിനും രാത്രിയിലും ഉച്ചക്കും പകലിലുമെല്ലാം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ദിവസങ്ങളിലേക്ക് ഒന്നും മടങ്ങി വരുക. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. അന്ന് നിനക്ക് വേണ്ടി ചെയ്തു തന്ന നന്മകളെ നീ കണ്ണു തുറന്നൊന്ന് നോക്കട്ടെ. ഇന്ന് പലതിനും വേണ്ടി നീ മൽപ്പിടുത്തം നടത്തുകയാ. അന്ന് നിന്റെ ആവശ്യങ്ങൾക്ക് ഒത്തവണ്ണം ദൈവം നിനക്ക് തന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അന്ന് അപ്പനോട് കൂടെയായിരുന്നു വാസം. ഹല്ലേലൂയ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിന്റെ ആദ്യത്തെ പ്രവർത്തികളിലേക്ക് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് എന്ത് ചെയ്യണം? ദൈവം സർവശക്തനാ പ്രിയ മക്കളെ. ദൈവത്തിനെല്ലാം കഴിയുന്നവനാ. പക്ഷെ അവന് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവൻ പറയുന്നത് പോലെ യേശുവിന് സഹിച്ചുകൂടാൻ പറ്റാതെ വണ്ണം ഗതസമന തോട്ടത്തിലിരുന്ന് വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായി ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പനറിയാം തന്റെ മകൻ ഹൈ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, ഹൈ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. പിതാവ് മിണ്ടാതിരിക്കുക. ക്രൂശ് മരണത്തോളം അവൻ വിളിക്കുന്നുണ്ട്, ഏലി ഏലി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അപ്പന്റെ ആമേശ്വത നാവിൽ നിന്ന് ഒരു ശബ്ദവും പുറപ്പെട്ടില്ല. കാരണം അവിടെ മകൻ എത്തിച്ചേരണമെന്ന് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം അവൻ അനുവദിച്ചു. സമനം മുതൽ ആമേശ്വരം ക്രൂശുമന്ന ഗോൽഗോത്ത തലയോടിടം എന്ന് പറയുന്ന ഗോൽഗോത്ത വരെയും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഉറക്കെ വിളിക്കുന്നുണ്ട്. തിരിച്ചു മറുപടിയൊന്നും കൊടുത്തില്ല. പക്ഷെ ചില സിഗ്നലുകൾ കൊടുത്തു. ഭൂകമ്പമുണ്ടായി. വലിയൊരു ഭൂകമ്പമുണ്ടായി. കല്ലറകൾ തുറന്നു. ദൈവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറി. ഹല്ലേലൂയ. പലരും ഭ്രമിച്ചു പോകത്തക്ക നിലവാരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. കാരണം പുത്രൻ അവിടെ എത്തിച്ചേരണം. പിതാവെ കഴിയുമെങ്കിൽ പാനപാത്രം നീക്കണമെന്ന് യേശു ഉറക്കെ കരയുന്നുണ്ട്. കാരണം നീ അവിടെ എത്തണം. അപ്പന്റെ ഇഷ്ടമാണ്. നമ്മൾക്കിത് താല്പര്യമില്ല. നമ്മൾ പോകുന്ന വഴികളിൽ അപ്പൻ വഴി തെളിച്ച് തരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം.
പക്ഷെ യേശുവിന്റെ ആഗ്രഹം അതല്ല. അവൻ പറയുന്ന വഴികളിൽ നീ വരണം. ആമേൻ. അവന്റെ ഇഷ്ടത്തിലേക്ക് നീ എത്തിച്ചേരുക പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകലിൽ എത്ര പേര് ഹൃദയം സമർപ്പിക്കും? നീ എവിടെയാ വീണ് കിടക്കുന്നത്? നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ ആരാധനകളിലോ, നിന്റെ വചനധ്യാനത്തിലോ, നിന്റെ ഉപവാസത്തിലോ എവിടെയാ നീ തെറ്റിക്കിടക്കുന്നത്? അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. എന്റെ മക്കളെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കുകയാ. അതൊരു മനക ശന്തൽ കടകരക സദാരകസി. അപകടങ്ങൾ, അനർത്ഥങ്ങൾ സ്തോത്രം ഭൂമിയിൽ നിന്ന് തന്നെ ഒരു വൃക്ഷത്തെ പിഴുതെടുത്ത് കളയുന്നത് പോലെ പിഴുത് കളയുവാൻ വേണ്ടി ശ്രമിച്ച മേഖലകളിൽ നിലനിർത്തിയത് ദൈവത്തിന്റെ കൃപയെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിങ്ങൾ ഇപ്പോഴും ചിലതിന്റെ നിരീക്ഷണത്തിലാണെന്ന് പരിശുദ്ധാത്മാവ് ദൂതായി അറിയിക്കുകയാണ്. സ്തോത്രം രക്ഷ പ്രാപിക്കാൻ ഒരു പരിചയ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാ. അത് യേശു എന്ന പരിചയമാണ്. സ്തോത്രം അവൻ സങ്കേതവും കോട്ടയുമാണ്, അവൻ പരിചയമാണ്, അവൻ പലകയാണ്. പരിചയക്കുള്ളിൽ മറയപ്പെടുവാൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. അവൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നു ദൈവം മാനിച്ചു നടത്തും. അർഹതപ്പെട്ട പല നന്മകളും തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവായവൻ 2 കരങ്ങൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാ. ഹല്ലേലൂയ. ആര് തടുത്തെന്നാലും ഈ കർത്താവുമായിട്ടൊരു ബന്ധം നിങ്ങൾ തുടരുമെങ്കിൽ തടസ്സങ്ങളെ സ്വർഗത്തിലെ ദൈവം മാറ്റി നന്മകളുടെ ചില വഴികളെ തുറന്ന് ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും തന്നെ നടത്തുവാൻ ശക്തിയുള്ള ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. എന്ന മക്കളെ, നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ ഹൃദയം കൊടുക്കണം, വില കൊടുക്കണം. ഒത്തിരി ബുദ്ധിമുട്ടിയായിരിക്കാം ഇന്ന് പകലിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആരാധനയ്ക്ക് വിടാതെ വണ്ണം ചില നാളുകളോളമായിട്ട് പിശാച് നിങ്ങളെ തടുക്കുകയാ. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ എന്ത് വെല്ലുവിളി നേരിട്ടുകൊണ്ടോ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൽ കടന്നു വന്നു. ജീവിതത്തിന്റെ നിലവാരങ്ങൾക്ക് അവൻ മാറ്റം വരുത്തിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുമെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ദൂരെ കൂടുതലോ സമയ കൂടുതലോ ഒന്നും നോക്കണ്ട. അവനെ ആരാധിച്ചോ. ചില ആഴ്ചകളോളം ദൈവസന്നിധിയിൽ കടന്നു വന്നു. അവൻ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം അത് യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. അവന്റെ മുഖത്തേക്ക് നോക്കട്ടെ. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ സ്തോത്രം മാനസാന്തരപ്പെട്ട നിന്റെ ആദ്യത്തെ പ്രവർത്തികളെ ചെയ്യുക. ബേഥേലിൽ സുക്കോത്ത് വിടുക. യാക്കോബേ, നിന്റെ കണ്ണുനീരിനും വേദനയ്ക്കും ഈ നാറ്റക്കേസിനും കാരണമായി തീർന്നിരിക്കുന്നത് സുക്കോത്താണ്. സുക്കോത്ത് വിടുക. ബേഥേലിലേക്ക് കാൽച്ചുവടുകൾ വെക്കട്ടെ. സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ അവൻ ശക്തനായ ദൈവമാ. ഇത്രയും ദിവസം നീ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഉപവസിച്ചിട്ട് എന്നോട് ഇടപെടാത്തത്? എന്റെ കുഞ്ഞ്, നീ ഇന്ന് മരുഭൂമിയില്ല. ഹോരോബോളം നടന്നു കയറുവാൻ ഇന്ന് പകല് നിനക്കൊന്ന് ഒരുക്കപ്പെടാമോ? പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം നീ വരുത്തുന്നുണ്ടോ? ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സ്തോത്രം. പക്ഷേ മാറ്റം വരാത്ത ഹൃദയവുമായിട്ടാണ് മരുഭൂമിയിൽ നീ അലയുന്നത്. മറിച്ച് മാറ്റമുള്ളൊരു ഹൃദയത്തോടെ ഹോരോബോളെന്ന് ചെല്ലാമോ? ദൈവത്തിന്റെ പർവ്വതമാ. ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരോബിലൊക്കൊന്ന് കാലെടുത്തു വെച്ച് കയറാൻ ശ്രമിക്കുന്ന നിന്നോട് ദൈവം ഇടപെടും. നിന്നോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവിനാൽ നിറച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ ദൈവം പറയുന്നു, ഒലിവുമല വിട്, ഒലിവുമല വിട്. ഹല്ലേലൂയ. യെരൂശലേമിലേക്ക് മടങ്ങി വാ. ഭയപ്പെടുത്തുന്ന പലതും അവിടെ ഉണ്ടാകാം. പക്ഷെ ഭയം മാറ്റുന്ന ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളിൽ പകരാം. ഹല്ലേലൂയ. യെരൂശലേമിലേക്ക് നീ മടങ്ങി വാ. സ്തോത്രം. അവിടെയാണ് നിന്നോടുള്ള വാഗ്ദത്തം കിടക്കുന്നത്. സ്തോത്രം. ഈ തലങ്ങളെല്ലാം പറയുമ്പോഴും സ്തോത്രം, അവരവർ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്ന ദൈവമല്ല. ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്.
പക്ഷെ അവനൊരു ആഗ്രഹമുണ്ട്, അവൻ പറയുന്നിടത്ത് വരണം, അവൻ ആഗ്രഹിക്കുന്നത് പോലെ നടത്തണം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ ദൈവം. നമ്മുടെ മക്കളൊക്കെ നമ്മളെ എത്രയധികം നിയന്ത്രിക്കുന്നുണ്ട്. വഴി തെറ്റിക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അമിസ്വത്തെ എത്ര വട്ടം മടക്കി വരുത്തുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുഞ്ഞു പ്രായത്തിലൊക്കെ ആണെങ്കിൽ വടിയെടുത്ത് അനുസരിപ്പിച്ച് മുട്ടിൽ നിർത്തി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അനുസരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് വേദനയുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ 10 നാൾ കഴിയുമ്പോൾ അവർ നന്മ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അവർ നടന്നു, വളർന്നു, നീങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയാവുന്നതാ. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവ് നമ്മൾ മക്കളാ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പകലിലൊന്ന് മടങ്ങി വാ, ഇന്ന് പകലിലൊന്ന് മടങ്ങി വാ. ആ മിസ്വത്ത് ഒലിവുമല വിടാം. എവിടേക്ക് മടങ്ങണം? യെരൂശലേമിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. ഹല്ലേലൂയ. ഗുഹക്കകത്ത് നിന്ന് ഏലിയാവേ നീ എന്ത് ചെയ്യുക? പുറത്തു വരിക. ഇവിടെ നിനക്ക് കാര്യമില്ല. ആമേൻ. ഹോരോബോളം നിന്നെ കൊണ്ടുവന്നത് ഇവിടെ വെച്ച് നിന്നോട് എനിക്ക് സംസാരിക്കാനാ. ധൂർത്തപുത്രനായി കഴിഞ്ഞ നാളുകളിൽ അലഞ്ഞവനോട് ആമേശ്വത ഉള്ളത്തിലൊരു ഇടപെടൽ അവൻ മാനസാന്തരപ്പെട്ടു. ആമേശ്വത എവിടേക്ക് മടങ്ങുന്നു? അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. പഴയ അധികാരം മുഴുവനും തിരിച്ചു കൊടുക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. എന്തെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം മടക്കി തരുന്നൊരു പകൽക്കാലമായി ഇന്ന് പകലില്. ആമേശ്വതം എവിടെയാണ് നിനക്ക് തെറ്റുപറ്റി കിടക്കുന്നത്? എവിടെയാണ് നീ വീണ് കിടക്കുന്നത്? എവിടെയാണ് ജീവിതത്തിൽ കോട്ടം സംഭവിച്ചിരിക്കുന്നത്? അതിനെയൊക്കെയും നികത്തിയെടുത്ത് നടത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് മടങ്ങാം പ്രിയമക്കളെ. ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? ആമേൻ. സ്തോത്രം. അതിന്റെ 13, 14 വാക്യങ്ങളൊന്ന് വായിച്ച് 19-ാം അധ്യായത്തിന്റെ. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമിയായി വഴിയായി മടങ്ങിപ്പോകത്തല്ല ഇരിക്കേണ്ടത്. എലിയാവേ നീ ഇവിടെ നിന്ന് ദമ്മേശെക്കിന്റെ വഴിയായി പുറപ്പെട്ടു പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹുവിനെ, നിംഷിയുടെ മകനായിരിക്കുന്ന യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന്റെ ശുശ്രൂഷ അവിടെ വെച്ച് സ്വർഗത്തിലെ ദൈവം തീർക്കുകയാണ്. ഒരു എലീശയെ അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവം പുറത്തെടുക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അവൻ ഭയപ്പെട്ടു പോയി. ദൈവം ആഗ്രഹിക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചേരാതെ വന്നപ്പോൾ എത്തിച്ചേരുന്ന ഒരുത്തനെ ദൈവം അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. മറ്റൊരു പകരക്കാരനെ നിങ്ങൾക്ക് പകരം വെച്ച് മാറാതെ ഇന്ന് പകലിൽ നിങ്ങളോടുള്ള വാഗ്ദത്തം നിങ്ങളിൽ തന്നെ നിറവേറുവാൻ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവസല്ലടക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പാദപീഠം നമുക്ക് പ്രാർത്ഥനകളോടെ അടുത്തു ചെല്ലാം. ആമേ. എല്ലാ കണ്ണുകളും ദൈവസല്ലടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ദൈവശബ്ദം. ഇവിടെ നിനക്കെന്തു കാര്യം? ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തല്ല നീ പാർക്കുന്നത്, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തല്ല നീ നിൽക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചത് പോലെയല്ല നീ പോകുന്നത്. മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് പല സ്ഥലങ്ങളിൽ നിന്ന് ഒന്ന് തൊട്ട് പോയി ഒരുപാട് വ്യക്തിത്വങ്ങൾ പിന്നെയും മറഞ്ഞു കിടക്കുന്നുണ്ട്. ചിലത് വിട്ടു പിരിയാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ചിലത് അതരങ്ങൾ കൊണ്ട് പ്രഖ്യാപിച്ചത് നീ ആ നിലവാരത്തിലേക്ക് വരാതെ ദൈവത്തിന് സ്വതം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നേർച്ച നേർന്നത് നിവർത്തിക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ പകരപ്പെടണമെങ്കിൽ
ദൈവം ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് നീ എത്താതെ അത് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പിന്നെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൂടി നീ നീട്ടിക്കൊണ്ട് പോകല്ലേ. പരിശുദ്ധാത്മാവ് നിന്നെ ഓർത്ത് ദുഃഖിക്കുകയാ. ആമേശ്വതം ഒരു സ്ഥലത്ത് നിന്നല്ല, പല ഇടങ്ങളിൽ നിന്ന് ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടു. അപ്പനിൽ നിന്ന് ആമേശ്വത ദോഷം പ്രവർത്തിച്ച് കടന്നുപോയ മകൻ മടങ്ങി വന്നപ്പോൾ അവനെ മാനിച്ചു. മടങ്ങി വരുന്നത് വരെയും അപ്പൻ കാത്തിരുന്നു. ഹോരോബ് എത്തുന്നത് വരെയും ദൈവം സംസാരിക്കാതെ അടക്കി വെച്ചു. ഹോരോബ് എത്തിയപ്പോൾ മോശയോട് ദൈവം സംസാരിച്ചു തുടങ്ങി. യെരൂശലേമിൽ വരുന്നത് വരെയും ആത്മാവ് അവരുടെ മേൽ വന്നില്ല. യെരൂശലേമിൽ വന്നപ്പോൾ ആത്മാവ് അവരെ നിറച്ചു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അഭിഷിക്തനെ പരിശുദ്ധ ദൈവം ഗുഹക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു. 3 വ്യക്തിത്വങ്ങളെ ശ്രേഷ്ഠമേറിയ നിലവാരത്തിൽ അഭിഷേകം ചെയ്യിപ്പിക്കുകയാ. നിന്റെ മേൽ കിടക്കുന്ന ഒരു ദൗത്യമുണ്ട്, നിന്നെക്കുറിച്ചൊരു വിളിയുണ്ട്, നിന്നെക്കുറിച്ചൊരു തെരഞ്ഞെടുപ്പുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആമേശ്വതി മാനസാന്തരപ്പെട്ട് ആമേൻ നിന്റെ ആദ്യത്തെ പ്രവർത്തികളെ ചെയ്തെടുപ്പാൻ വെളിപ്പാട് പുസ്തകവും നമ്മളോട് ഇന്ന് പകൽക്കാല ആഹ്വാനം ചെയ്യുന്നു. ആമേൻ. കർത്താവേ, കേൾപ്പിച്ച വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. തലകളെ മുണക്കിയിരിക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളുടെ മധ്യമൊക്കെയും സ്വർഗം പ്രവർത്തിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവഹിതത്തിനൊത്തവണ്ണം അപ്പന്റെ വാക്ക് കേട്ട് ആമേൻ ഹൃദയം സമർപ്പിച്ച് യാത്ര ചെയ്യുക. ഓരോ വ്യക്തിത്വങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് കരത്തിൽ വഹിക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ.